അങ്ങനെ ദേ നമ്മുടെ ഡേ 2ൻ്റെ വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ മോർണിംഗ് റൊട്ടീനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. രാവിലെ എണീറ്റ് അടുക്കളയിൽ കയറി ലൈറ്റൊക്കെ ഇട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. അതിനുശേഷം ദേ ഹോളിൽ പോയിട്ട് ഒന്ന് സിറ്റ് ഔട്ടിലൊന്ന് വന്ന് നോക്കിയതാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാതിൽ ക്ലോസ് ചെയ്ത് ലൈറ്റും ഓഫ് ചെയ്ത് ദേ ഞാൻ അടുക്കളയിലോട്ട് തന്നെ വന്നു കേട്ടോ. ആദ്യം തന്നെ ഇതേ ഞാൻ ചായക്കുള്ള പാലൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ഐറ്റംസൊക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്നത്തെ കറിക്കൊക്കെ വേണ്ടിയുള്ളത്. അപ്പോൾ അതൊക്കെ പോയിട്ടൊന്ന് എടുത്തു കേട്ടോ. ഇന്ന് ഉസ്താദിൻ്റെ ചിലവുണ്ട്. അപ്പം ഞാൻ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഇന്നലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബീൻസ് തോരനാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്. അപ്പോൾ അത് മാത്രം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു. പിന്നെ അതേ ഞാൻ ചോറൊക്കെ വെക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതേ ചോറിന് അരിയൊക്കെ ഇട്ടു, ബീൻസ് അപ്പോഴൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അത് വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറിയാണ് ഇന്ന് റെഡിയാക്കുന്നത്. മീൻകറി കുറച്ച് തേങ്ങ, അതുപോലെ ചെറുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തതാണ് കേട്ടോ. അത് ദേ ചട്ടിയിലോട്ട് ഇതുപോലെ ഇട്ടെടുത്ത് കുറച്ച് തക്കാളിയും കൊടമ്പുളിയും കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ അതിലോട്ട് ഇടാം. ഞാൻ അയിലയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ദേ നമ്മുടെ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി മീൻ കറിയും കൂടെ സെറ്റായിട്ടുണ്ട്. അതിലോട്ട് ഈ ചെറുള്ളി വറവും കൂടെ ഇട്ടാൽ നമ്മുടെ സെറ്റായിട്ട് കേട്ടോ. അപ്പം അങ്ങനെ മീൻ കറിയും തോരനൊക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ച് മീൻ വറുക്കാനുണ്ട്. അത് ഞാൻ ഉച്ചയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉച്ചക്കാണല്ലോ നമ്മുടെ ഉസ്താദിൻ്റെ പാത്രം കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ആ ടൈമിൽ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. മുട്ടക്കറി അപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് മക്കൾക്ക് അതൊക്കെ തിന്നാൻ കൊടുത്ത് അവരെ വിട്ടു. പിന്നെ ജിമ്മിലൊക്കെ പോയി വന്ന ശേഷമാണ് കേട്ടോ ഉസ്താദിൻ്റെ ചിലവിനുള്ള പാത്രമൊക്കെ കൊണ്ടുവന്നത്. അപ്പോഴേക്കും ഞാൻ മീൻ വറുക്കലും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു. എന്നിട്ട് ഉസ്താദിൻ്റെ പാത്രത്തിലെല്ലാം ആക്കി സെറ്റാക്കി കൊടുക്കലാട്ടോ. പിന്നെ ഞാൻ സ്പെഷ്യൽ സാധനം കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. ചക്ക, ഇടിയൻ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളമൊക്കെ ഇത് ഫ്ലാസ്കിലാക്കിയിട്ട് നമ്മുടെ ആ സഞ്ചിയിൽ തന്നെ കൊടുത്ത് വിടുകട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.